നിയന്ത്രണ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ഉയർത്തിവിട്ട ചോദ്യങ്ങൾ ചരിത്രത്തിന് മുന്നിൽ വരെ എത്തി നിൽക്കുകയാണ്. വെളിപ്പെടുത്തലുകളും പോലീസ് നടപടിയും CPM-നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഞങ്ങൾ കൊന്നിട്ടുണ്ടെന്നും അത് പറയാൻ മടിയില്ലെന്നും ജില്ലാ സെക്രട്ടറി. അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് സംസ്ഥാന സെക്രട്ടറി. ചോദ്യങ്ങൾക്ക് ശബ്ദമേറുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അടിസ്ഥാന ചോദ്യത്തിനല്ല ഉത്തരം തേടുന്നത് എന്ന വിമർശനവും കാണാതിരിക്കാനാവില്ല. ഇനി രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും കൊല്ലപ്പെടില്ല എന്ന ഉത്തരമാണ് കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വം തിരിച്ചറിയുന്നില്ലേ? ഇന്ന് നിയന്ത്രണരേഖ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: കേരള രാഷ്ട്രീയത്തിന് ഇനിയും രക്തസാക്ഷികളെ വേണോ? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റ് P.S. ശ്രീധരൻപിള്ള, ശ്രീ സക്കീർ ഹുസൈൻ, ശ്രീ K.P. അനിൽകുമാർ, ഒപ്പം മലബാറിൽ ദീർഘകാലമായി പോലീസ് സേവന രംഗത്ത് അനുഭവ പരിചയമുള്ള ശ്രീ N.P. ബാലകൃഷ്ണനാണ്. അദ്ദേഹം അടുത്ത കാലത്താണ് SP ആയി റിട്ടയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കൊലപാതക കേസുകൾ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. ഒപ്പം പ്രേക്ഷകരും ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ, വളരെ സജീവമായ ചർച്ച നടന്നു. ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്തത് എന്ന് CPM തന്നെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ വലിയ ഒച്ചപ്പാടോടുകൂടി ഒരു ചർച്ച ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ടി.പി. ചന്ദ്രശേഖരന്റെ ജീവന്റെ വില ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകില്ല എന്ന ഉത്തരമായി കിട്ടുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? അങ്ങനെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോ എന്നുള്ളത് ഒരു പാർട്ടി മാത്രം തീരുമാനിച്ചെടുക്കേണ്ട കാര്യമല്ല. ഇതിനൊരു സമവായം ഉണ്ടാകണം. ആളെ കൊന്നല്ല രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതും പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതും എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുതലുള്ള എല്ലാ പാർട്ടികളും ഒരു വ്യക്തമായ ധാരണയിലെത്തണം. ഇതിനി കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങളെപ്പോലുള്ളവർക്ക് വയ്യ. കേരളത്തിലും ബംഗാളും ത്രിപുരയും അല്ലാതെ രാഷ്ട്രീയ സംഘടനം നടക്കുന്ന വേറൊരു സ്റ്റേറ്റ് നിങ്ങൾക്ക് ഇന്ത്യ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഞാനത് ഇപ്പോൾ അവരുടെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ രക്തസാക്ഷി പ്രമേയത്തിൽ പറയുന്നുണ്ട്. 244 ആൾക്കാർ CPM-ൻ്റെ കൊല്ലപ്പെട്ടു. അതിൽ 204 പേരും കേരളത്തിൽ ഈ 3 സംസ്ഥാനങ്ങളിലാണ്. ബാക്കി 40 പേര് നക്സലൈറ്റുകൾ കൊന്നത്, തീവ്രവാദികൾ, ഭൂമോടകൾ കൊന്നതെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കണക്കുണ്ട്. അപ്പോൾ ഞാനിത് പറയാം, എന്തുകൊണ്ട് സംഭവിക്കുന്നു? അടിസ്ഥാനപരമായ കാരണം ഇന്നും സ്റ്റാലിനിസം ലോകത്ത്, വേറെ ഏതെങ്കിലും ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്റ്റാലിനിസത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ചോദ്യങ്ങളൊക്കെ ഏകപക്ഷീയമായി പോകുന്നു. അതിനും ഒരു അപകടമുണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നില്ലേ? CPM മാത്രമാണ് ഇതിനൊക്കെ ഉത്തരവാദി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇവരുടെ പ്രകാശ് കാരാട്ടിന് ഈ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ എഴുതിയൊരു കത്ത്, ഓപ്പൺ ലെറ്ററാണ്, പല പത്രത്തിലും അത് വന്നു. ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഈ 3 അവരുടെ കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ 3 സംസ്ഥാനങ്ങളിലേ ഉള്ളൂ. ഇത് വളരെ ഇപ്പോൾ 957 മുതൽ 957 പ്രചരിപ്പിച്ച എന്താ? സ്റ്റാലിൻ രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് ചോര കുടിച്ചിട്ടാണ് ഭരണപ്രക്രിയ ആരംഭിക്കുന്നത്. അതുപോലെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് 957 ഇപ്പോൾ ശ്രീധരൻപിള്ള പറഞ്ഞത് കേരളം, ബംഗാൾ, ത്രിപുര, വേറെ എവിടെ ഇതില്ല എന്നാണ്. ഗുജറാത്തിൽ നടന്ന കലാപത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? വോട്ടർ പട്ടിക എടുത്തിട്ട് മുസ്ലിമിൻ്റെ പേര് നോക്കി, മുസ്ലിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് നോക്കി, അല്ലാതെ മുസ്ലിമാണെന്ന് എങ്ങനെ അറിയണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആ നിലയ്ക്ക് രാഷ്ട്രീയ കൊലപാതകത്തെ പറ്റി പറഞ്ഞു. പൊളിറ്റിക്കൽ ഗുജറാത്തിൽ നടന്നത് ഗുജറാത്തിൽ നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ കൊലപാതകമാണിത്. ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു. അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കാൻ ഈ ചർച്ചയിൽ ഞാൻ ഇടപെടുന്നുണ്ട്, ക്ഷമിക്കണം. ഈ ചർച്ചയിൽ ഞങ്ങൾക്ക് ഒരു ചോദ്യമേ ഉള്ളൂ: മറ്റേയാൾ കൊല്ലുന്നത് കൊണ്ട് അതിനൊരു ന്യായമുണ്ട് എന്ന വാദമെങ്കിലും ഉപേക്ഷിക്കാൻ CPM തയ്യാറാണ്. പ്രശ്നത്തെയാണ് ഞാൻ എടുത്തത്. കേരളത്തിൽ ഈ വിഷയം ഇത്രമാത്രം കൊണ്ടുവരുന്നതിന് ഒരു പ്രത്യേകമായ അജണ്ടയുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ വളഞ്ഞു വെച്ച് ആക്രമിക്കാൻ എല്ലാവരും കൂടി കൈകോർക്കുകയാണ്. MM ഹസൻ പറഞ്ഞത് എടുക്കുന്നില്ല, MM മണി പറഞ്ഞെടുക്കാം എന്നുള്ളൊരു രൂപത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് പെശകുണ്ട് എന്ന് പാർട്ടി സമ്മതിച്ചു. പാർട്ടി സെക്രട്ടറി തന്നെ സമ്മതിച്ചു, വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഞാൻ ചോദിക്കുന്നത് അത് മാത്രമാണ്. ന്യായം എന്ന് പറയുന്നത് അവരും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണോ? ഇത് നിർത്തണം എന്ന് CPM തീരുമാനിച്ചാൽ അതാണ് ചോദിക്കുന്നത്. ഇത് നിർത്തണം എന്ന് CPM തീരുമാനിച്ചാൽ അവരും ചെയ്യുന്നു, ഇവരും ചെയ്യുന്നു എന്നുള്ള കണക്കല്ല. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ് എങ്കിൽ ചർച്ചയെങ്കിൽ ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകം സംബന്ധിച്ച് കോഴിക്കോട് പാർട്ടി ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അത് സംബന്ധിച്ച് നിലപാട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ പറയാം, MM മണി എനിക്ക് ബഹുമാനം തോന്നുന്നു. അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു. പിന്നെ എനിക്കൊരു വിജ്ഞാനം കിട്ടി, പുതുതായിട്ട് എനിക്കൊരു വിജ്ഞാനം കിട്ടി. എന്താണെന്നറിയാമോ? ലെനിൻ ഇല്ലായിരുന്നെങ്കിലും സോവിയറ്റ് വിപ്ലവം നടക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു വിവരം EMS നിന്ന് കേട്ടിട്ടില്ല, ആരും പറഞ്ഞു കേട്ടില്ല. MM മണിയോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. ഞങ്ങൾ കൊലപാതകം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് CPM പറയണോ?
അത് മണി പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെയല്ലല്ലോ CPM പറഞ്ഞു. ഞാൻ പറയണത് CPM അങ്ങനെ പറയുന്നൊരു പാർട്ടിയായി മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ആശയപരമായിട്ടാണ് നേരിടുന്നത്, ശാരീരികമായിട്ട് ഒരിക്കലും നേരിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ KP അനിൽകുമാർ, ഈ എപ്പിസോഡിലുടനീളം കാഴ്ചക്കാരന്റെ റോളിലിരുന്ന് വളരെ സന്തോഷത്തോടു കൂടി നടപടികൾ എടുക്കുന്നു. MM മണിയുടെ വെളിപ്പെടുത്തൽ വരുമ്പോഴേക്കും ഊർജിതമായി കേസുകൾ അന്വേഷിക്കാൻ പോകുന്ന കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, ഇതാദ്യമായാണോ കോൺഗ്രസ് അറിയുന്നതെന്നാണ്. നിങ്ങൾ ആദ്യമായാണോ ഇത് കേൾക്കുന്നത്? കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, അതിനൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് MM മണി പറഞ്ഞപ്പോഴാണോ കോൺഗ്രസ് അറിയുന്നത്? ഒരിക്കലുമല്ല. കാരണം ഇവിടുത്തെ ചർച്ചാ വിഷയം ഇനിയും കേരളത്തിൽ ഒരു ചന്ദ്രശേഖരൻ മരിച്ചു വീഴണോ വേണ്ടിയോ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ സർക്കാർ ഇപ്പോൾ വിചാരിച്ചതുപോലെ ഈ പതിറ്റാണ്ടുകളിൽ എപ്പോഴെങ്കിലും ഒരു തവണ വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടുമായിരുന്നില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 2012 ഫെബ്രുവരി 20-ആം തീയതി അന്ന് കണ്ണൂരിൽ നിന്ന് വന്ന CPM പ്രവർത്തകർ ഒഞ്ചിയം ഭാഗത്ത് പ്രകടനം നടത്തി. എന്താ പ്രകടനം നടത്തി? ഇവിടെ പല ചർച്ചയിലും ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ചന്ദ്രശേഖരനെ വെള്ള പുതപ്പിക്കും, ചന്ദ്രശേഖരനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായി പ്രകടനം നടത്തിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ആളുകൾ ചന്ദ്രശേഖരൻ മരിച്ചു വീണപ്പോൾ ചന്ദ്രശേഖരൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞ് അത് വിശ്വസിക്കാൻ തയ്യാറാകുമോ? അപ്പോൾ ഇവിടെ ഒരു ഭരണകൂടവും പോലീസും മാത്രം വിചാരിച്ചാൽ നേരത്തെ ഷാനി ചോദിച്ച മാതിരി നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പരിധി വരെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ കാരണം. അല്ല, ഒരു മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് ഈ അറുങ്കൊല രാഷ്ട്രീയം നിർത്താം എന്ന് തീരുമാനമെടുക്കുന്നോ അതുവരെ കേരളത്തിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ NP ബാലകൃഷ്ണൻ, എന്താണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതക കേസുകൾ മാത്രം നിയമത്തിന്റെ വഴിയിൽ പോലും മറ്റൊരു രീതിയിൽ പോകുന്നത്? ഒരിക്കൽ പോലും അവസാനിപ്പിക്കാൻ കഴിയാതെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തുടരുന്നത്? 1984 മുതൽ വിൻസെന്റ് പോൾ സാറ് കേരള പോലീസിലുണ്ട്. ആ അന്വേഷണ ടീമിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ 10, 15, 20 വർഷമൊക്കെ സർവീസുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരൊക്കെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വളരെ നല്ല രീതിയിൽ അന്വേഷിക്കാനായി പറ്റിയതിൻ്റെ ഒരേ ഒരു കാരണം, അങ്ങനെ വ്യക്തമായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് വളരെ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ്. ഇതുപോലെ കേരള പോലീസിലെ ഒരുപാട് മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കൊക്കെ അങ്ങനെ ഒരു അവസരം കിട്ടുകയായിരുന്നെങ്കിൽ നിർബന്ധമായും എല്ലാ കേസുകളിലെ ഗൂഢാലോചന മുതലുള്ളതായ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പുറത്തു കൊണ്ടുവരുമായിരുന്നു, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം ഇവിടുത്തെ ഗവൺമെൻറ്റോ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളോ കൊടുത്തില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഞാനത് പറയാൻ കാരണം, തലശ്ശേരി ഭാഗത്ത് സംഭവിച്ച 2 കേസുകൾ ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഒന്ന് ഫസൽ മർഡർ കേസ്. ഫസൽ മർഡർ കേസിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥനെ രാവിലെ തന്നെ നിർദ്ദേശം കിട്ടുകയാണ്, ഇന്ന ആളാണ് കൊന്നത്, അവരെ FIR ഇട്ട് അവരെ പേരിൽ പ്രതി ചേർത്ത് FIR ഇട്ട് അന്വേഷണം തുടങ്ങണം. ഭാഗ്യവശാൽ ആ ഉദ്യോഗസ്ഥൻ അതിന് തയ്യാറായില്ല. കാരണം അദ്ദേഹം ആ സ്പോട്ടിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ആ കേസിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് അദ്ദേഹം തയ്യാറല്ല. അതുവഴി അന്വേഷണം പല രീതിയിലും വഴിതിരിച്ച് വിടുവാനായിട്ട് കഴിയാത്ത ഉദ്യോഗസ്ഥന്മാരെ അവർ പണിഷ് ചെയ്തു. പിന്നെ പകരം എന്ത് ചെയ്തു? ഫസലിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ പോവുകയും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേസന്വേഷണം ഏറ്റെടുക്കുകയും വളരെ നല്ല രീതിയിൽ കേസന്വേഷണം പോവുകയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഇതേപോലെ തന്നെ മറ്റൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇരിട്ടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കാക്കേങ്ങാട് എന്ന സ്ഥലത്ത് അവിടെ ഒരു സൈനുദ്ദീൻ എന്ന് പറയുന്ന NDF ആരും തന്നെയാണ് കൊല്ലപ്പെട്ടത്. ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെയും ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ സൂപ്പർവൈസ് ചെയ്യുന്ന DYSPയെയും പ്രതികളെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്യേണ്ടായി. ആ കേസ് അന്വേഷണം നേർവഴിക്ക് പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ സസ്പെൻഷൻ. പകരം എന്തുണ്ടായി? ഇതേപോലെ തന്നെ സൈനുദ്ദീൻ കേസും ഹൈക്കോടതി CBIക്ക് കൈമാറി. അവിടെ പാർട്ടി നേതാക്കന്മാരുള്ള ആൾക്കാർ ഗൂഢാലോചനയിൽ പ്രതിയായി അവർ റിമാൻഡ് കിടന്നു. കേസ് ചാർജ് ഷീറ്റ് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ പോലീസിന് വേണ്ട രീതിയിലുള്ളതായ ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏത് കേസും അവർക്ക് പിടിക്കാൻ പറ്റും. തലശ്ശേരി ഭാഗത്തുള്ളതായ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലായ കൊലപാതക പരമ്പര തുടങ്ങുന്നത് 77 പാനുണ്ട ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നതിലാണ്. ആ കേസ് മുതൽ ഗൂഢാലോചന വേണ്ട രീതിയിൽ അന്വേഷിക്കാനായിട്ട് കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേരള പോലീസിന് അതിന് കഴിയാനുള്ളതായ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ ഒരു തവണ തുറന്നു പറയുന്നത് കേട്ടു, ഇത്തവണ പാർട്ടി തരുന്ന ലിസ്റ്റ് അനുസരിച്ചായിരിക്കില്ല പ്രതികളെ
പിടികൂടുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു. അങ്ങനെ ഉണ്ടാകാറുണ്ടോ ശരിക്കും? പാർട്ടിയാണോ തീരുമാനിക്കാറുള്ളത് ആരാണ് കേസിൽ പെടേണ്ടത് എന്ന്? ഈ പാർട്ടി ലിസ്റ്റ് തരുന്നതായിരിക്കില്ല. പകരം ഇതിൽ എന്താ ഉണ്ടാവുന്നുണ്ട്, ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നാമത് ഫ്രീ ആയി അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥന് അവസരം ഉണ്ടാകുന്നില്ല, പലതരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടി വിധേയമാകുന്നു. രണ്ടാമത് അയാൾ വേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ട് പ്രതികളെ കണ്ടുപിടിക്കാൻ അല്പം താമസം വരുന്ന സമയത്ത് പ്രക്ഷോഭങ്ങളും പലതരത്തിൽ മേലുദ്യോഗസ്ഥന്മാരുടെ പ്രഷറും വരുന്നു. ഈ പ്രഷറും രണ്ടും കൂടി വരുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ പലപ്പോഴും വഴങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് തരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏതാണ്ട് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ് ആദ്യമായിട്ടുണ്ടായതെന്ന്. അവസാനത്തതാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ കഴിഞ്ഞ 10-12 ദിവസമായിട്ട് ഈ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ്, ഇവിടെ ഒരു നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കണം. ആർക്ക്? UDF-ന്. ഒരു ജീവന വില എത്ര കാലം ചർച്ച ചെയ്യാമെന്നാണ് താങ്കളുടെ അഭിപ്രായം? ആർഎംപിക്കാരന്റെ വില പോലെ ഒരു CPM-കാരനില്ലേ വില? രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിന്റെ ഈ ചെയ്തികൾക്കെതിരെ മൊയാരത്ത് ശങ്കർ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ പാർട്ടി മാറിയപ്പോൾ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായപ്പോ കുറുവടി കൊണ്ട് അടിച്ചു കൊന്നത് കോൺഗ്രസ്സുകാരാണ്. അപ്പൊ കൊലപാതക രാഷ്ട്രീയം ഈ കേരളത്തിൽ ആദ്യം തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. ഇവിടെ ചന്ദ്രശേഖരൻ വധത്തെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഇവിടെ യഥാർത്ഥ കുറ്റവാളികളെ ഇന്ന് പോലീസ് പിടികൂടാനുള്ള ഊർജ്ജ ശ്രമങ്ങൾ നടത്തുകയും അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളെ വെള്ളപൂശാനായി മറ്റുള്ള സംഭവങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരാരും വ്യത്യസ്തരല്ല. ഇപ്പോ വീണ് കിട്ടിയ ഒരു അവസരം, ഈ അവസരത്തെ എങ്ങനെ മുതലാക്കാം എന്ന് ഇന്ന് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത നിലപാട് ചിലപ്പോൾ CPM എടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും, ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് കുറെ ഗുണ്ടാ സംഘങ്ങൾ. അവരുടെ കാര്യങ്ങൾ, നിക്ഷിപ്ത താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് അക്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് അവസാനിപ്പിച്ചാൽ എല്ലാ പാർട്ടികളും അവസാനിപ്പിച്ചാൽ ഈ പറഞ്ഞതിലേക്ക് നമുക്ക് വരാം. ഇവിടെ നടക്കുന്ന ചർച്ച ഏതാണ്ട് ഈ ചന്ദ്രശേഖരൻ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടക്കുന്നു. അത് ഇവിടെ നടക്കുന്നു. ഒരു പേടിയുമില്ല. CPIM-ന് ഒരു പേടിയുമില്ല. ഇവിടെ ചർച്ച നടക്കുന്നത് ഈ മെയ് 4-ന് ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ ചർച്ചകളും ഇത് അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചയിൽ പോലും വരുന്നത് CPM-നെ എങ്ങനെ തകർക്കാൻ പറ്റും എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാകണം. ഇവിടെ ഒരു ചന്ദ്രശേഖരൻ മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുണ്ട്. P. ജയരാജനും EP ജയരാജനും അതുപോലുള്ള നിരവധി ഓർമ്മകൾ, നിരവധി കഥകളുണ്ട്. 2012 5 മാസമായിട്ടുള്ളൂ. ഈ 5 മാസത്തിനിടയ്ക്ക് CPM നടത്തിയ കൊലപാതകങ്ങളുടെ എണ്ണം മലബാറിൽ 3. ഒന്ന് ഷുക്കൂർ, ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു ചെറുപ്പക്കാരൻ. പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കാറ് തടഞ്ഞു എന്നോ കല്ലെറിഞ്ഞു എന്നാണ് ആരോപണം. അതിന് പിടിച്ചു കൊണ്ടുപോയി ഒരു താലിബാൻ മോഡലിൽ കുറ്റവിചാരണ നടത്തി ശിക്ഷ വിധിച്ച് പരസ്യമായി ഒരു വയലിൻ്റെ നടുക്ക് വെച്ച് വെട്ടിക്കൊന്നു. എന്തുകൊണ്ടാണ് UDF-ന്റെ പോലീസിന് അത് ഇതുവരെ തെളിയിക്കാനാകാത്തത്? തെളിയിച്ചല്ലോ, പിടിച്ചോണ്ടിരിക്കുകയല്ലേ. എവിടെ വരെ എത്തി? അതിന്റെ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ പത്രത്തിലും അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹി അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം CPM ആണ്. ഇപ്പോൾ നേരത്തെ NP ബാലകൃഷ്ണൻ പറഞ്ഞു നേതാക്കന്മാർ ഗുണ്ടാ സംഘത്തെ. കൊയിലാണ്ടി MLA ദാസന്റെ നേതൃത്വത്തിൽ 21 ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ സംഘം കൊയിലാണ്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവിടെയുള്ള ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. CPM സമ്മതിക്കും. ഞാൻ പറയട്ടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഗുണ്ട തമ്മന ഷാജി MI ഷാനവാസാണ് സംരക്ഷിക്കുന്നത്. MI ഷാനവാസ് തമ്മന ഷാജിക്ക് വേണ്ടി ആരാധകരാണ്. MI ഷാനവാസ് തന്നെ. ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കെടുത്ത് പറയാനും മറുപടി പറയാനും ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലാതെ എല്ലാവരും കൂടെ അല്ല പറയേണ്ടത്. ഈ CPM-ന്റെ നയമാണ് കേരളത്തിൽ തിരുത്തേണ്ടത്. ആളുകളെ ഒച്ചയിട്ടും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും നിലയ്ക്ക് നിർത്താമെന്നുള്ള CPM-ന്റെ നയം, അതാണ് ഇവിടെ കാണുന്നത്. ഇത് ചർച്ച ചെയ്യുമ്പോഴും പ്രതിസന്ധി വികാരം കൊള്ളിയാണ്. അപ്പൊ പിന്നെ ഈ വികാരം ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ചയിൽ തന്നെ ഈ വികാരം വരുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രതികളുടെ എന്തോരം വിരോധം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ കൊലപാതകത്തിലേക്ക് പോകുന്നത്. ഇത്രയധികം ഒരു ഇഷ്യൂ ആകാൻ കാരണം കേരളീയ സമൂഹം ആ പ്രശ്നത്തെ ഏറ്റെടുത്തു. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ നേതാവും നാളെ ജനങ്ങൾ ബഹുമാനിക്കില്ല. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം VS അച്യുതാനന്ദൻ ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചെന്താ? ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ്. ഞാനും അതിനെ വിശ്വസിക്കുകയാണ്.
അങ്ങനെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അച്യുതാനന്ദൻ്റെ പേരിൽ പാർട്ടി നടപടി എടുക്കട്ടെ. ഈ കാര്യത്തിൽ പോലീസ് ഓഫീസേഴ്സിന് ഫ്രീ ഹാൻഡ് കൊടുത്തു. കാരണം നെയ്യാറ്റിൻകര ഇലക്ഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കേസും മറ്റു കേസുകൾ പോലെ പോകുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പോലീസ് ഓഫീസേഴ്സിന് കൊടുക്കുക. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പണി രാഷ്ട്രീയ പാർട്ടികളുടെ പണി ചെയ്യുക. ഈ കേസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് ഇതിൻ്റെ പുറയിൽ പ്രവർത്തിച്ചുള്ള ബ്രെയിനെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള കൊലപാതക രാഷ്ട്രീയം ഇനി കേരളത്തിൽ ഉണ്ടാകാതെ. നിഷ്പക്ഷമതികൾ കോൺഗ്രസ്സുകാരുമാകുന്നു, പ്രതികരിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരുമാകുന്നു. നിഷ്പക്ഷമെന്ന് പറയുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ തിരിയുന്നവരാണ്. ഈ പറയുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും. ഇപ്പോഴുണ്ടായിരിക്കുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ്, അതിനുശേഷം M.M. മണിയുടെ പ്രസ്താവന, ഇതിലൊക്കെ CPM-നെ ന്യായീകരിക്കാൻ നിഷ്പക്ഷമതികൾക്ക് ഒരു പോയിന്റ് താങ്കൾക്ക് പറഞ്ഞു കൊടുക്കാനാവുമോ? CPM-നെ അങ്ങനെ എന്ത് കാരണം കൊണ്ട് ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആർക്ക് ശിക്ഷിച്ചിട്ടില്ല. കോടതിയിൽ കേസെത്തിയിട്ടില്ല. ആ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ നിന്ന് മാറി മറ്റൊരു സമുദായത്തിലേക്ക് പോയാൽ ഉടനടി കൊലപാതകമാണോ അതിനൊരു പ്രതിവിധി? CPM-നെ സംബന്ധിച്ചോളം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ ആശയമാണ് ഞങ്ങളുടെ ആയുധം, അല്ലാതെ മറ്റൊന്നുമല്ല. പോലീസിൻ്റെ സംവിധാനം എങ്ങനെയാണ്? ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഈ രാജ്യത്ത് ഇപ്പോൾ കോടതി വരുന്ന കേസുകൾ ഇത്തരം കാര്യങ്ങൾ കള്ളത്തെളിവ് കൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്ന പോലീസ് സംവിധാനത്തെ വെള്ളപൂശാൻ സാധിക്കില്ല. ഇവിടുത്തെ പോലീസിലൊരു പ്രധാന കഥാപാത്രമാണ്. ഏത് പാർട്ടി വന്നാലും പാർട്ടി നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും. മാഫിയ സംഘങ്ങളുണ്ട്. രണ്ടാമത്തെ ഞാനിത് പറഞ്ഞ CPM-നെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. CPM ഉൾപ്പെടെ എല്ലാവരും, CPM എത്ര നല്ല ആൾക്കാരുണ്ട്, സമാധാനം ആഗ്രഹിക്കുന്നത്, എല്ലാ പാർട്ടിയും സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിലൊരു ബേസിക്കായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാന കക്ഷിയാണ് CPM. ജനശക്തി കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കക്ഷിയാണ്. ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കാത്ത കക്ഷിയാണ്. അവരാണ് ഒന്നാമത്തെ നമ്പർ 1 പാർട്ടി. അപ്പോൾ ഇപ്പോൾ ഈ പൊതുസമൂഹം ചന്ദ്രശേഖരൻ്റെ കേസ് ഏറ്റെടുത്തു. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഇത്രയും മെൻ പവറും എല്ലാ പവറും ഉള്ള പാർട്ടിക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു CPM-കാരൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാത്ത അവരുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കാത്ത? ശ്രീ സക്കീർ ഹുസൈൻ, ഒരു പോസിറ്റീവായ ചോദ്യത്തിനെങ്കിലും പോസിറ്റീവായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും സംഘടനാപരമായ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഏറ്റവും ശക്തിയുള്ള പാർട്ടിയാണ്. ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് ആ രീതിയിലും ഒരു പങ്ക് വഹിക്കാൻ കഴിയും CPM-ന്. CPM തീരുമാനിച്ചാൽ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി അവിടെയാണ്. അതെ, ഞാൻ ഇപ്പോൾ ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന CPM നേതൃത്വം ചർച്ച ചെയ്തിട്ടാണ് എന്ന ഒരു പ്രചാരണം വളരെ ബോധപൂർവമായി നൽകുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിച്ച് വളരെ ശാന്തമായൊരു കേരള രാഷ്ട്രീയം CPM-ന് അതിൽ എന്ത് പങ്ക് വഹിക്കാൻ കഴിയും? ഒറ്റ ചോദ്യമേ ഉള്ളൂ അവസാനമായി താങ്കളോട്. CPM-ന് അതിൽ എന്ത് പങ്ക് വഹിക്കാൻ കഴിയും? ശത്രു പട്ടികയിൽ കമ്മ്യൂണിസ്റ്റുകാരെ ശത്രു പട്ടികയിൽ പെടുത്തുന്ന പാർട്ടിക്കാരൊക്കെയാ? എണ്ണം എത്രയാ കേരളത്തിൽ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ BJP-യും കോൺഗ്രസും NDF-ഉം മുസ്ലിം ലീഗും എല്ലാവരും CPM-നെ ശത്രു പട്ടികയിൽ ഒന്നാമത് പെടുത്തുന്നു. അങ്ങനെ ഒന്നാമത് പെടുത്തി CPM-ന്റെ പ്രവർത്തകരെ ഏത് രൂപത്തിലും വകവരുത്താൻ തീരുമാനിക്കുമ്പോൾ CPM-ന്റെ പ്രവർത്തകർ മരിച്ചു വീണോട്ടെ, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കണം എന്ന സമീപനം കേരളത്തിന്റെ മനസാക്ഷിയോട് നിങ്ങൾ തന്നെ ചോദിക്കുക. ഒരിക്കലും അക്രമ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നില്ല, അക്രമം നടത്തുന്നവരെ അനുകൂലിക്കുന്നില്ല. അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരായി ശക്തമായ നടപടിയെടുക്കും. ഞാൻ അതിൻ്റെ അകത്ത് ഇത് പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കും. ഇവിടെ പറഞ്ഞല്ലോ CPM-നെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് ഇവർ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPM-നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണ്ടേ? ഇപ്പം ഈ UDF സംവിധാനം മാത്രമാണ് CPM-നെ ആക്രമിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ വിരോധം വെച്ചാണെങ്കിൽ, രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ വാദത്തിന് അംഗീകരിക്കാം. BJP എതിർക്കുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലല്ലോ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഒരു സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു, നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ടാണ് ചന്ദ്രശേഖരൻ വധത്തെ ഇത്രമാത്രം ഹൈലൈറ്റ് ചെയ്തതെന്ന്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ കൊന്നിട്ട് നെയ്യാറ്റിൻകര ജയിക്കണം എന്നുള്ള സ്ഥിതി വന്നാൽ ഞങ്ങൾക്ക് നെയ്യാറ്റിൻകര ജയിക്കേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നിലപാട്. ഞങ്ങൾക്ക് നെയ്യാറ്റിൻകര ജയിക്കേണ്ട, ചന്ദ്രശേഖരനെ കൊന്ന് ചന്ദ്രശേഖരൻ്റെ രക്തത്തിൽ ചവിട്ടി നിന്ന് ഞങ്ങൾക്ക് നെയ്യാറ്റിൻകരയിൽ ജയിക്കേണ്ട. അതാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നിലപാട്. TK ഹംസ എന്ന് പറയുന്ന മുൻ മന്ത്രി, ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞങ്ങൾ കൊല്ലുന്ന പാർട്ടിയല്ല, പക്ഷേ കാലടിച്ചോടിക്കുന്ന പാർട്ടിയാണ്, കൈ അടിച്ചോടിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഈ ആളുകളെല്ലാം ഇങ്ങനെ എതിർപ്പായപ്പോൾ കൊല്ലൽ ഇത്തിരി നിർത്തി. MM മണി ഇന്നലെ പറഞ്ഞു ഞങ്ങൾ കൊന്നിട്ടുണ്ട്, വെട്ടിക്കൊന്നു, വെടിവെച്ച് കൊന്നു, അടിച്ചു കൊന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഹംസ കുറച്ച് മയപ്പെടുത്തി, എന്നാലും കൊല്ലില്ല എന്ന്, ഉപദ്രവിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. ഹംസ പറഞ്ഞത് ഞങ്ങൾ കാല് വെട്ടും അല്ലെങ്കിൽ കൈ. പഴയ DCC പ്രസിഡന്റ് അല്ല, അന്ന് ഹംസ അല്ലായിരുന്നു, ഇപ്പോഴാണല്ലോ CPM ആയപ്പോഴാണല്ലോ പറഞ്ഞത്. അപ്പൊ അതേക്കുറിച്ചൊന്നും പറയാനില്ല. അപ്പൊ അതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, ഇതിനകത്ത് ഇനിയിപ്പോ UDF അല്ല ഏത് ഗവൺമെന്റ് ഭരിച്ചാലും
പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിനൊക്കെ ഒരു പരിമിതികളുണ്ട്. പോലീസിനൊരു അക്രമം നടന്നാൽ അത് അന്വേഷിച്ച് കേസെടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഈ CPM എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളില്ലേ, ഇവിടെയുള്ള സക്കീർ ഹുസൈനെ പോലെയൊന്നല്ല അവിടെയുള്ള CPM എന്ന് പറയുന്നത്. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, എന്നെ തല്ലാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. നാളെ ഇനി അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ തട്ടിയായിട്ടു. അതാണ് CPM-ന്റെ നയം. അതാണ് CPM-ന്റെ നയം. ഇപ്പൊ ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഇപ്പൊ പറയുമ്പോ തന്നെ ഇവർക്ക് അസഹിഷ്ണുത. അപ്പൊ ചന്ദ്രശേഖരനോട് എന്തുമാത്രം വൈരാഗ്യം CPM-നുണ്ടായി. ഒരു കൂട്ടർ വീണ മറ്റൊരു താങ്ങി നിർത്തും. കേരളത്തിൽ പോലീസും ഈ രണ്ട് UDF LDF എല്ലാം ചേർന്നുള്ള ഒരു വിഷയ സർക്കിളാണ്. താങ്കളോടും ചോദിക്കാനുള്ളത്, ഇത് രണ്ടും BJP പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസുകളാണ്. RSS പ്രവർത്തകർ പ്രതികളായ രാഷ്ട്രീയ കൊലപാതക കേസുകളുമുണ്ട്. അവിടെ ഒത്തുതീർപ്പിന് ഒരിക്കലും BJP ചെന്നിട്ടില്ല രാഷ്ട്രീയമായി എന്ന് പറയാനാകുമോ? തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പറ്റില്ല. ഒരൊറ്റ സംഭവം പോലും ഒത്തുതീർപ്പിൻ്റെതായിട്ട് കാരണം ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾക്ക് MLA-മാരില്ല, മന്ത്രിമാരില്ല, ഒന്നുമില്ല, ഭരണസ്വാധീനമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപകടമെന്ന് വെച്ചാൽ പല ആൾക്കാരും, ഇപ്പം ഞങ്ങളുടെ മാത്രമല്ല, CPM-ന്റെ ഇപ്പോൾ ഒരു സംഭവം പറഞ്ഞില്ലേ, സുനിലിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അന്നത്തെ ഗുരുവായൂർ CIക്ക് ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇവരുടെ പ്രവർത്തകന്മാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കോടതി വന്നിട്ട് അമ്മ കരഞ്ഞു. കോടതിക്ക് സിമ്പതി. നമ്മുടെ കോടതി എങ്ങോട്ടാ, നമ്മുടെ പോലീസ് എങ്ങോട്ടാ? സാധാരണക്കാർ നീതി കിട്ടാത്ത അവസ്ഥയാണ്. ഞാനിത് പറയുന്നത് എൻ്റെ പാർട്ടിയുടെ ഒരാൾ മരിച്ചതിനെ സംബന്ധിച്ചാണ്. ഞാൻ പുസ്തകം എഴുതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ഇതിവിടെ നടക്കുന്നു, ഇതൊന്നും ആരും നോക്കുന്നില്ല. ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇത് അന്വേഷിക്കണമെന്ന് സ്പെസിഫിക് ഡയറക്ഷൻ കൊടുത്തിട്ട് ഒന്നും ചെയ്യാത്തൊരു നാടെന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നരായ സാക്ഷരതയുള്ള കേരളത്തിലെ സ്ഥിതിയാണ്. ഇതാണ് കേരളത്തിൻ്റെ ശാപം. അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുക. ആദ്യം പോലീസ് നന്നാകണമെന്ന് രാഷ്ട്രീയക്കാരും ആദ്യം രാഷ്ട്രീയക്കാർ നന്നാകണമെന്ന് പോലീസും. അതാണ് ഈ ചർച്ചയ്ക്കൊടുവിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം. എവിടെ നിന്നാണ് തുടങ്ങാനാവുക? എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ള ഒരു വാക്കിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എല്ലാവരും ഈ ചന്ദ്രശേഖരൻ വധം പൊക്കി പിടിക്കുന്നത് നെയ്യാറ്റിൻകരയെ ബന്ധപ്പെടുത്തിയാണ്. അങ്ങനെയാണെന്ന് തന്നെ വയ്ക്കുക. നെയ്യാറ്റിൻകരയിൽ എന്ത് സംഭവിച്ചാലും ഈ UDF ഗവൺമെൻറ് ആ അന്വേഷണം പൂർത്തിയാക്കുകയും ശരിയായ കുറ്റവാളികളെയും അതിന് ഗൂഢാലോചന നടത്തിയവർ ഉണ്ടെങ്കിൽ അവരെയും മാതൃകാപരമായി ശിക്ഷിക്കുകയും അതിനെ എതിർക്കാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് സഹകരിക്കുകയും ചെയ്താൽ മാത്രമേ ഇവിടെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. UDF-ഉം LDF-ഉം CPM-ഉം കോൺഗ്രസും എങ്കിലും ഇതിലൊരു സഹിഷ്ണുത കാണിക്കണം, സുതാര്യത കാണിക്കണം, സത്യസന്ധത കാണിക്കണം. ജനങ്ങളോടുള്ള, സമൂഹത്തോടുള്ള എത്രയോ സ്ത്രീകളാണെന്നറിയാമോ കരയുന്നത് ഈ TV കാണുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിൽ കോൺഗ്രസ്സുകാരായ ധാരാളം പേരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരില്ല. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കൂടെ ഇരിക്കുന്ന 10-15 പേര് ഈ രംഗം കാണുമ്പോൾ കരയുന്നുണ്ട്. അത് മറ്റ് കൊലപാതകം കണ്ടാൽ ഇത് തന്നെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അവർക്ക് ഇപ്പോഴാണ് കാണാൻ അവസരം കിട്ടിയത്. ആ കരച്ചിൽ കണ്ട ഒരാൾ പോലും ഇനി ഒരു കൊലപാതകം ഇവിടെ നടക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാതിരിക്കില്ല എന്നൊരു അഭിപ്രായം. അങ്ങനെ ഒരു ധാരണയിൽ പോലീസും എത്തണം, സർക്കാരും എത്തണം, സമൂഹവും എത്തണം, രാഷ്ട്രീയ പാർട്ടികളും. അതേ അർത്ഥവും ആഴവുമുള്ള വാക്കുകൾ തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരമായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളിൽ നിന്ന് ഭാവി തലമുറ പ്രതീക്ഷിക്കുന്നത്, ചരിത്രം പ്രതീക്ഷിക്കുന്നത്. എന്നും തീരാക്കളങ്കമായി കുറേ ജീവനുകൾ, രക്തസാക്ഷികൾ എന്ന ലേബലിൽ മാറ്റി നിർത്തിയാൽ ഒരിക്കലും നീതി കിട്ടാത്ത കുറേ കുടുംബങ്ങൾ, അത് ഇനി കേരളത്തിന് വേണ്ട എന്ന് രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കണം, ഭരണ നേതൃത്വം തീരുമാനിക്കണം, സമൂഹം അതിന് പിന്തുണ നൽകണം. ഇന്നത്തെ നിയന്ത്രണ രേഖ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.